കൊറോണ സമയത്താണ് ഞാൻ അവരുടെ വീട്ടിൽ പോയത്. ഒരു നേരത്തെ ആകെ 4-5 ദിവസമായി ഞാൻ ആഹാരം പോലും എൻ്റെ കുഞ്ഞുങ്ങളും ഞാനും കഴിക്കാതില്ല. എൻ്റെ കണ്ണിന് ഉപ്പിയിട്ട് താത്ത പറഞ്ഞ് ആഹാരം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് എനിക്ക് അപ്പോഴത്തെ കഴിക്കാനുള്ള ആഹാരം തന്നെ എൻ്റെ കൊച്ചുങ്ങൾക്കുള്ള ആഹാരം തന്നു വിട്ട്, പിന്നെ മാസം തോറും സാധനങ്ങളൊക്കെ തന്നു വിട്ട്. അല്ലാഹു താല ആയിരം വർക്കത്തും അല്ലാഹു താല കൊടുക്കട്ടെ എന്ന് എനിക്ക് പറയാനുണ്ട്. രാജകുമാരി ഗ്രൂപ്പ് കനിവിനൊരു കൈത്താങ്ങ് പദ്ധതിയിലൂടെ സാധു കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽദാന കർമ്മവും പാലുകാച്ചൽ ചടങ്ങും നടന്നു. വർക്കല MLA ബി ജോയ് താക്കോൽദാന കർമ്മം നിർവഹിച്ചു. കോവിഡ് കാലത്തുണ്ടായ ഒരനുഭവം, അതാണ് ഈ പാവപ്പെട്ട വ്യക്തികൾക്ക് രാജകുമാരിയുടെ കനിവിനൊരു കൈത്താങ് എന്ന പദ്ധതിയിൽപ്പെടുത്തി ഇങ്ങനെ ഒരു വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. രാജകുമാരി നമ്മുടെ നാട്ടിലും വിദേശത്തും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു പൊതു സംരംഭമായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനൊരു വലിയ സംരംഭം നമ്മുടെ നാട്ടിൽ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്നു. ഇവിടെ ശ്രീ ഷുഹൈബ് പറഞ്ഞതാണ് ശരി. ഞങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ രാജകുമാരി കൊടുക്കുന്ന ഒരാനുകൂല്യവും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യാറില്ല. ഇവിടെ ശ്രീ സഫീർക്ക ഇവിടെ ഉണ്ട്. അപ്പൊ അദ്ദേഹമാണ് ഈ സ്ഥലം മറ്റൊരാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്ഥലം വാങ്ങിയത്. പിന്നെ എല്ലാവരും കൂടി ചേർന്ന് ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്തത്. സമൂഹത്തില് ഇത്തരം ആളുകൾ ഇനിയും ഉണ്ടാവും. അവരെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു കർത്തവ്യം. ആ കർത്തവ്യം രാജകുമാരി ഗ്രൂപ്പ് വളരെ കൃത്യമായിട്ട് നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനി ഇവരുടെ ആവശ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷുഹൈബ് ഇവിടെ പറഞ്ഞു, അവർക്കൊരു റേഷൻ കാർഡ് വേണം, ആധാർ കാർഡ് വേണം, വോട്ടേഴ്സ് ID ഇല്ലെങ്കിൽ അത് വേണം, അത്തരം ചില കാര്യങ്ങളാണ്. അപ്പോൾ അതിനെല്ലാം ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ഒരു വീട്ടു നമ്പർ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ വീട് അവർക്കായിട്ട് കിട്ടുമ്പോൾ ഇവിടെ 2 പഞ്ചായത്ത് മെമ്പർമാര് ഇവിടെ ഉണ്ട്. സുധീറിന് സഹായിക്കാൻ പറ്റും, നജീമിന് സഹായിക്കാൻ പറ്റും. ഗ്രാമപഞ്ചായത്തുമായിട്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട് ആ വീട്ടു നമ്പർ ആയാൽ പിന്നെ അവർ അപേക്ഷ കൊടുത്താൽ നമ്മൾ ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയി താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് അപേക്ഷ കൊടുത്താൽ റേഷൻ കാർഡ് കിട്ടുന്നതിന് ഒരു താമസവും വരില്ല. അടിയന്തരമായിട്ടുള്ള ഇടപെടൽ TSOയെ വിളിച്ചു വരുത്തി നാളെ തന്നെ ഈ അപേക്ഷ കിട്ടുന്ന മുറയ്ക്ക് അവർക്ക് റേഷൻ കാർഡ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാമെന്ന്
ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ശാരീരിക അവസ്ഥകൾ പേറി ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഈ കുടുംബം കൊറോണ കാലത്താണ് രാജകുമാരിയുടെ പടിവാതിൽക്കൽ എത്തിച്ചേരുന്നത്. വിശപ്പിനോളം മറ്റൊരു വിഷമവും ഈ ലോകത്ത് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കുടുംബത്തെ രാജകുമാരി ഗ്രൂപ്പ് ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് അവർക്ക് പാർപ്പിടം ഒരുക്കുന്നതിന് വേണ്ടി വസ്തു കണ്ടെത്തുകയും അവിടെ വീടിന്റെ പണി കഴിപ്പിക്കുകയുമായിരുന്നു. 4 കൊല്ലം കൊണ്ട് ഈ കുട്ടികളെ കൊണ്ടു നടന്നു. അവസാനം കൊറോണ കാലമായപ്പോൾ ഞങ്ങളെല്ലാവരും അകത്തായിപ്പോയി. അന്നേരം ഞങ്ങളെ പിടിച്ച് തണൽ തന്നതും തണുപ്പിച്ചതും രാജകുമാരിക്കാരാണ്. അന്നോളം ഇന്നോളം ഞങ്ങളെ ചെലവുകളെല്ലാം അവർ ചെയ്യുന്നുണ്ട്. അതിന് അവർക്ക് വളരെയേറ്റം നന്ദി. ഇന്ന് ഞങ്ങൾക്കൊരു കിടക്കാടമായി അവർ നൂത്തം ഒരു വീട് വെച്ച് തരാമെന്നേറ്റ് ഞങ്ങളെ കിടത്ത കണ്ടിട്ട് ഒരു വീട് വെച്ച് തരാമെന്നേറ്റ് ആ വീടും അവർ തന്നു. ഇതിലേറ്റവും സന്തോഷം ഞങ്ങൾക്കൊന്നും. ദീർഘായുസിനെ, ആരോഗ്യത്തിനെ, ശരീരസ്വത്തിനെ, സമ്പത്തും മറക്കത്തും കൊടുത്ത് അവർ ശുഭയായി നന്നായി ജീവിക്കട്ടെ. ഇത് ഈ വലിയ വലിയ സമ്പത്ത് അവരൊക്കെ കൊടുക്കാൻ ഇടയാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ്. മാനസിക പ്രശ്നങ്ങളുള്ള ഒരു മാതാവും ബുദ്ധിമാന്ദ്യമുള്ള ഒരു മകളും സംസാരശേഷിയില്ലാത്ത മകനും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ തോര കണ്ണുനീരാണ് രാജകുമാരി ഗ്രൂപ്പ് ഇന്ന് സന്തോഷ കണ്ണുനീരാക്കി മാറ്റിയത്. നമ്മുടെ സൂപ്പർ മാർക്കറ്റുകൾ മാത്രം തുറന്ന് പ്രവർത്തിക്കാൻ ഒരു അനുവാദം കിട്ടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ട ഇന്നിവിടെ ഗൃഹപ്രവേശനത്തിന് നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരി വളരെ മുഷിഞ്ഞ ഡ്രസ്സുമായി ബിഷപ്പോടുകൂടി തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട MD ശ്രീ നിസാറുദ്ദീൻ സാഹിബിന്റെ വീട്ടിലെത്തുകയും അദ്ദേഹത്തിന്റെ വൈഫ് ഈ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയപ്പോ ആഹാരം കഴിച്ചിട്ട് 4-5 ദിവസമായി. ഇതിനു മുൻപൊക്കെ കൊറോണ വരുന്നതിന് മുമ്പ് ഞാൻ പള്ളികളിലും മറ്റുമൊക്കെ പോയി എന്റെ കുട്ടികളെ ആഹാരത്തിനുള്ള വഴി ഞാൻ തേടുമായിരുന്നു എന്ന് പറയുകയും ഈ സഹോദരി ഞാനിപ്പോൾ വിശപ്പിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. അവർക്ക് വയറു നിറച്ച ആഹാരം കൊടുത്തതിനു ശേഷം നമ്മുടെ സ്ഥാപനമായ സൂപ്പർ മാർക്കറ്റിലേക്ക് എന്നെ ഉൾപ്പെടെ വിളിച്ചു. അവർ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇവർ പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ ഇവരെ നമുക്ക് ചേർത്ത് നിർത്തണമെന്ന് പറയുകയും പ്രിയപ്പെട്ട ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ നേതൃത്വം നൽകുന്നവർ തന്ന നിർദ്ദേശമനുസരിച്ച് ഞാനും എന്റെ സഹപ്രവർത്തകനും കൂടി എന്റെ കാറിൽ ഈ സഹോദരിയെയും കയറ്റി 1 മാസത്തേക്കുള്ള ആഹാര സാധനങ്ങളും ഇവരുടെ കുട്ടികളുടെ പ്രായം മനസ്സിലാക്കിയിട്ട് ബിസ്ക്കറ്റും ബ്രെഡുമൊക്കെയായി കാട്ടിൽ നാവായിക്കുളം സ്കൂൾ കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അകത്തേക്കുള്ള ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ടാർപ്പയുടെ അടിയിൽ വിറവ് പെരയുടെ ബാക്കിൽ എനിക്കും മക്കളുള്ളത് കൊണ്ട് എന്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന നിലയിലുള്ള ഒരു കാഴ്ച ഞാൻ കാണാൻ കഴിഞ്ഞു. ഈ 2 കുട്ടികൾ ആ വിറവിനടിയിൽ കിടക്കുന്നതും ആരുടെയോ വീടിന്റെ ചായ്പിൽ ഇവർക്ക് തലച്ചായ്ക്കാൻ കൊടുത്തിരിക്കുന്ന ആ ഇടം മനസ്സിലാക്കിയിട്ട് ഈ ആഹാര സാധനങ്ങൾ എവിടെ വെക്കാൻ പറ്റുമെന്ന് ഞാൻ ആശ്ചര്യത്തോടുകൂടി ഞാനും എന്റെ സഹപ്രവർത്തകനും കൂടി അന്തം വിട്ടു നിൽക്കുമ്പോ ഈ സ്ത്രീ മാനസികമായ വിഭ്രാന്തികൾ ഉണ്ടെങ്കിലും ഈ തന്ന സാധനം അകത്തേക്ക് എടുത്തുകൊണ്ട് വെക്കുകയും പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ആ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരും പറഞ്ഞു, നിങ്ങൾ ചെയ്തതിൽ ഏറ്റവും വലിയ പുണ്യമാണ്. ഈ മക്കൾ പട്ടിണി കിടന്നിട്ട് കുറെ ദിവസമായി, ഞങ്ങൾക്ക് ആർക്കും ജോലി ഇല്ലാത്തത് കൊണ്ട് ഇവരെ സംരക്ഷിക്കാൻ കഴിയില്ല. മാത്രമല്ല ഈ മക്കൾക്ക് ബുദ്ധി കുറവുള്ളതും ഒരു മകനിക്ക് ചെവി കേൾക്കാൻ കഴിയാത്തതുമായതുകൊണ്ട് ഇവരെ സംരക്ഷിക്കാനും ഇവരെ നോക്കുവാനും വലിയ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കുകയും അവർ പറഞ്ഞതിനനുസരിച്ച് ഇവരുടെ എല്ലാ മാസവും കൃത്യമായി ഇവർക്കൊരു റേഷൻ കാർഡ് എന്ന സംവിധാനം പോലെ രാജകുമാരിയുടെ കനുവിനൊരു കൈത്താങ്ങ് പദ്ധതിയിൽ നിരവധി കുടുംബങ്ങളുടെ അത്താഴം കൂട്ടുന്നതിന്റെ ഭാഗത്ത് ഇവരെയും ഉൾപ്പെടുത്തി ഞങ്ങൾ ഇവരെ ഈ നിമിഷം വരെയും അവരുടെ ആഹാര സാധന കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സമാനതകളില്ലാത്ത ചാരിറ്റി പ്രവർത്തനങ്ങളിലാണ് രാജകുമാരി ഗ്രൂപ്പ് ശ്രദ്ധയെത്തുന്നത്. ആരും പട്ടിണി കിടക്കരുത് എന്ന ഉദ്ദേശത്തോടെ സ്നേഹഊണ് പദ്ധതി അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രിയിൽ എത്തിക്കുവാൻ 24/7 സൗജന്യ ആംബുലൻസ്, രക്തം ആവശ്യമായി വരുന്നവർക്ക് സഹായമേകാൻ 1000-ലധികം പേരെ ഉൾപ്പെടുത്തി U&RK ബ്ലഡ് ഡൊണേഷൻ കൂട്ടായ്മ തുടങ്ങി സാമൂഹ്യ നന്മകളുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. പുന്നമൂട് ജുമാ മസ്ജിദ് ചീഫ് ഇമാം അബ്ദുൽ ജലീൽ ബാഖവി, XMLA വർക്കല കഹാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ജിഹാദ്, ബേബി സുധ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജയശ്രീ, വ്യാപാര വ്യവസായ ഏകോപന സമിതി കല്ലമ്പലം യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റാഫി, രാജകുമാരി ഗ്രൂപ്പ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഭാരത് വിഷൻ, കല്ലമ്പലം.